ഹലോ, ഞാൻ ആർക്കിടെക്ട് ഭവിത്. ഞാൻ ഇന്ന് കോഴിക്കോടുള്ള സ്മൃതിപഥത്തിലാണ്. ഇവിടെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ കാണാനും കേൾക്കാനും പോകുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെയാണ് ഈ ഒരു പ്രൊജക്റ്റ്. ഇതിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എല്ലാം വെൽ ഡിസൈൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ സ്മൃതിപഥത്തിലെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാം. ഇവർ ഗേറ്റൊക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ആർക്കിടെക്റ്റിൻ്റെ കയ്യൊപ്പുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി കുറച്ച് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാം. കയറി വരുമ്പോൾ ആ പഴയ ബിൽഡിംഗ് കാണാൻ പറ്റും. ഇവിടെയാണ് ഗ്യാസിൻ്റെയും ഇലക്ട്രിക്കിൻ്റെയും ശ്മശാനം. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ടോപ്പിൽ കാണുന്ന സ്പേസ് അനുശോചന ഹാളാണ്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് ആ ഒരു ഗസീബോയും കാണാൻ പറ്റും. അതിന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിതാ ഇവിടെയാണ് ഗ്യാസ് ശ്മശാനങ്ങളുടെ. ഇതിൻ്റെ യൂട്ടിലിറ്റി ചിലപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവണം എന്നില്ല. ഇത് ആക്ച്വലി കോഴിക്കോട്ടുകാരുടെ ഒരു ശ്മശാനമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലോട്ട് അല്ലെങ്കിൽ ഒരു സ്പേസിലോട്ട് കയറുമ്പോൾ അതങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ ഒരു ബോർഡ് കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ വൈദ്യുത ശ്മശാനമുണ്ട്, ഗ്യാസ് ശ്മശാനമുണ്ട്, ഫയർവുഡ് ശ്മശാനമുണ്ട്, പിന്നെ ഒരു അനുശോചന ഹാളും കൂടിയുണ്ട്. നമ്മൾ ആ ഒരു സ്പേസിലൂടെയാണ് നടന്നു പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ സ്പേസ് കണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഒരു ആർക്കിടെക്റ്റ് ഈ ഒരു സ്പേസിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സ്പേസ് ഒരിക്കലും നമുക്ക് കയറുമ്പോൾ ആ ഒരു ശ്മശാനത്തിൻ്റെ ഫീല് തരില്ല. അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം ഈ ഒരു പ്രൊജക്റ്റിലോട്ട് കയറുമ്പോൾ ഉള്ള ആദ്യത്തെ ബിൽഡിങ്ങിലോട്ട് കിടക്കാം. ഇതൊരു ഇലക്ട്രിക് ആൻഡ് ഗ്യാസ് ശ്മശാനമാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഇലക്ട്രിക് ശ്മശാനം, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്യാസ് ശ്മശാനമാണ്. നമുക്ക് ഉള്ളോട്ട് കയറുമ്പോൾ ആ ഒരു നീറ്റ്നെസ്സൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ഫീൽ ചെയ്യും. പിന്നെ ഇതാണ് ഇലക്ട്രിക് ശ്മശാനം. ഇത് ഗ്യാസ് ശ്മശാനമാണ്. ഇത് പഴയൊരു ബിൽഡിങ്ങാണ്. ഏകദേശം 2002 മുതൽ ഈ ഒരു ശ്മശാനം ഇവിടെയുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കൂടെ 2 അഡീഷൻസും കൂടെ ചെയ്തിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ആവുന്നത്. ആ 2 സ്ട്രക്ചറിലോട്ടാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഈ ഒരു മനോഹരമായി പേവ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്ത് ലീഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ 2 ന്യൂ കൺസ്ട്രക്ഷനിലോട്ടാണ്. അതിലൊന്നാണ് ആ കാണുന്ന അനുശോചന ഹാൾ. എൻ്റെ റൈറ്റ് സൈഡിൽ അവിടെ നമുക്ക് അനുശോചനമൊക്കെ നടത്താനുള്ളൊരു ഫെസിലിറ്റി ഈ ഒരു സ്പേസ് നൽകുന്നുണ്ട്. നമുക്ക് പഴയ കൂത്തമ്പലത്തിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ്. അതും പുതിയതാണ് ഒരു ശ്മശാനത്തിനെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം 140 സ്ക്വയർ മീറ്ററിൽ ഈ ഒരു സ്പേസ് നല്ലൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട്. കാര്യം 4 സൈഡിൽ നിന്ന് നമുക്ക് എയർ കയറുന്നുണ്ട്. ഇപ്പോൾ ആൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യാം. പിന്നെ ഈ ഒരു റൂഫ് നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇടുങ്ങിയ സ്പേസ് എന്നുള്ള രീതി നമുക്കിവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പാത്വേ കാണാം. അതാണ് പുതിയ ശ്മശാനത്തിലേക്ക് ലീഡ് ചെയ്യുന്ന വഴി. ഇപ്പം ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫൈനൽ ഫിനിഷസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കേഴ്സ്. ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത് ഒരു 2 ദിവസം മുൻപെയാണ് ഇനോഗ്രേഷൻ്റെ. എങ്കിലും ഏകദേശം 90% അല്ലെങ്കിൽ 95% വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ പേയ്മെൻറ്റ്സിലൊക്കെ അത്യാവശ്യം ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ ആർക്കിടെക്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെറ്റൽ ബാസ് നമ്മളിപ്പോൾ നടന്നു വന്നില്ലേ, അതൊക്കെ ഭയങ്കര ഒരു ഭംഗി തരുന്നുണ്ട് ഈ ഒരു സ്പേസിന്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ശ്മശാനം ഫീൽ ചെയ്യില്ല. ഞാൻ ഈ പറയുന്ന ശ്മശാനം എന്നുള്ള വാക്കുകളിലൂടെ അല്ല നിങ്ങൾക്ക് ഈ സ്പേസ് കണ്ടാൽ പെട്ടെന്നൊരു ശ്മശാനമാണെന്ന് ഫീൽ ചെയ്യില്ല. പിന്നെ ഈ സൈനേജ് ബോർഡ്സിൽ കാണുന്ന ആ ഗ്യാസ് ശ്മശാനം എന്നുള്ള വാക്കുകൾ മാത്രമേ ഇതൊരു ശ്മശാനമാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് ഉണ്ട്, ഒരു ഗസീബോ പോലെ. അതൊക്കെ നല്ലൊരു ഇൻ്റർവെൻഷനാണ് കേട്ടോ ആർക്കിടെക്റ്റിൻ്റെ. ഇങ്ങനത്തെ സ്പേസൊക്കെ ഉണ്ടാകുന്ന കുറച്ചും കൂടെ ഒരു കാംനെസ് നമ്മളെ മനസ്സിന് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ലൊരു രീതിയിലാണ് അവർ ഈ ഒരു പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ആ ഗസീബോയിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രക്ചറിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഗ്യാസ് ശ്മശാനം. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു റിച്വൽ ഹാള് കാണാൻ പറ്റും. ഇവിടെയാണ് കർമ്മങ്ങളൊക്കെ നടക്കുക. എൻ്റെ ബാക്കിലുള്ള ആ സ്പേസിൽ നിന്നാണ് നമ്മൾ നടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാളിലോട്ട് കടക്കുമ്പോൾ ഇവിടെ ചെറിയൊരു സ്ലോപ്പ് പാത്വേ കാണാൻ പറ്റും. ശരിക്കും നമുക്ക് അതും മനസ്സിലാക്കാൻ പറ്റും. അതായത് കുറച്ച് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഇവിടെ വന്ന് പോകാൻ പറ്റും. അതും ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു ഗൈഡൻസ് ഈ ഒരു പ്രൊജക്റ്റിൽ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ഈ ഒരു ശ്മശാനത്തിലോട്ട് വരുമ്പോൾ വേറെ കാര്യങ്ങളെ പറ്റിയൊന്നും ബന്ധുക്കൾ ആകുലപ്പെടേണ്ട കാര്യം. നമുക്ക് കർമ്മത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയുള്ളൊരു സ്റ്റോറിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് നോക്കും. എനിക്ക് ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ പോകുന്ന ഫീലാണുള്ളത്. കാര്യം അത്രയും ഭംഗിയായിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് സാധനങ്ങളാണെങ്കിലും ആ ഒരു
മരത്തിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട്. നമുക്കിവിടെ ഒരു ജെൻസ് ടോയ്ലറ്റും ലേഡീസ് ടോയ്ലറ്റും കാണാൻ കഴിയും. ഇതാണ് നമ്മളുടെ ക്രെമറ്റോറിയം അല്ലെങ്കിൽ ശ്മശാനം. ഇത് ഗ്യാസ് ശ്മശാനമാണ്. നമുക്കിവിടെ 3 ഗ്യാസ് ശ്മശാനങ്ങളുണ്ട്. അതായത് ഇവിടെ ടോട്ടലി ഒരു ഇലക്ട്രിക് ശ്മശാനവും 4 ഗ്യാസ് ശ്മശാനങ്ങളുണ്ട്. ഒരു ഗ്യാസ് ശ്മശാനം നമ്മൾ ആ പഴയ ബിൽഡിങ്ങിൽ കണ്ടു. ഇവിടെ നമുക്ക് ബാക്കി 3 ഗ്യാസ് ശ്മശാനങ്ങളുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. MT വാസുദേവൻ നായരെയാണ് ആദ്യമായിട്ട് ഈ ഒരു സ്പേസിൽ ദഹിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ചേംബറാണ് ആ കാണുന്നത്, ചേംബർ 2. അതുകൊണ്ടാണ് ആ കരി അവിടെയുള്ളത്. അല്ലെങ്കിൽ ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ്. ജാനുവരി 5 മുതൽ മാത്രമേ ഈ ഒരു സ്പേസ് യൂസ് ചെയ്ത് തുടങ്ങുകയുള്ളൂ. ചേംബറിനകത്ത് നടക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്യാസ് ഉണ്ടാവും, ഫയർ ഉണ്ടാവും, അതായിരിക്കും ബോഡിയെ ബേൺ ചെയ്യിക്കുക. ഇതാണ് ഒരു സ്ട്രക്ചർ പോലത്തെ അല്ലെങ്കിൽ ബോഡി കീപ്പ് ചെയ്യുന്ന സാധനം. ഇതാണ് ഇതിനകത്തോട്ട് ഈ ഒരു ട്രാക്ക് വഴി അകത്തേക്ക് പോകുക. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ബോഡി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം അല്ലെങ്കിൽ ലിവർ കറക്കി കഴിഞ്ഞ് പതിയെ താഴത്തേക്ക് പോകും. അങ്ങനെയാണ് ബോഡി ആ സ്പേസിലോട്ട് കിടക്കുക. ഇവിടെ ഇലക്ട്രിക്കും ഗ്യാസ് ശ്മശാനമായിട്ട് ഏകദേശം 5 ചേംബറുകളാണുള്ളത്. അല്ലാതെ നമുക്കിവിടെ ഫയർവുഡ് ചേംബറും കൂടി ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ശ്മശാനത്തിലേക്കുള്ള വഴി അതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഫയർവുഡ് ശ്മശാനത്തിലോട്ടാണ് പോകുന്നത്. സ്പേസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആ സൈനേജ് കാണാൻ കഴിയും, ഫയർവുഡ് ക്രെമറ്റോറിയം. ഇങ്ങോട്ട് വരുമ്പോൾ ഈ 2 ഫയർവുഡ് ശ്മശാനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ അവിടെ ക്ലീനിങ്ങിലാണ് ആൾക്കാർ. ഇതും പഴയൊരു സ്ട്രക്ചറാണ്. നമ്മളെ ഫ്രണ്ട് കണ്ട ആ ഒരു സ്ട്രക്ചറും ഇതും മാത്രമേ പഴയതായിട്ടുള്ളൂ. ബാക്കി 2 പുതിയതാണ്. 2 ശരിക്കും ആ ഗസീബോ അടക്കം 3 പുതിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവർ ഡീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ബാക്കിൽ ആ ഗ്യാസ് ചേമ്പറിൻ്റെ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം കാണാൻ കഴിയും. അതായത് അവിടെ നിന്ന് വരുന്ന പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ പുക ഈ ഒരു പ്യൂരിഫിക്കേഷൻ സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടിട്ടാണ് അവർ ഈ ചിമ്മിനി വഴി മുകളിലേക്ക് വിടുന്നത്. നിങ്ങൾക്കത് കാണാൻ കഴിയും അവിടെ. പിന്നെ നമുക്ക് വിറകും കാര്യങ്ങളൊക്കെ നമുക്കവിടെ അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോസസ്സ് ഭയങ്കര സിമ്പിളാക്കി തീർക്കാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ തീർക്കാൻ ഈ ഒരു പ്രൊജക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കർമ്മമാണ് ഈ ഒരു ദഹിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ. അത് അത്ര നല്ല ഒരു കണ്ടീഷനല്ല പലപ്പോഴും നടക്കാറുള്ളത്. പക്ഷേ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കം ആ ഒരു പ്രോസസ്സിനെയും കുറച്ച് കംഫർട്ടബിളി വലിയ ബുദ്ധിമുട്ടില്ലാതെ മറികടക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ഒരു റോഡ് കാണുന്നുണ്ട്. ഇത് ആക്ച്വലി വേറൊരു ആക്സസ് റോഡാണ് ഈ ഒരു ക്രെമറ്റോറിയത്തിലേക്കുള്ള അല്ലെങ്കിൽ ശ്മശാനത്തിലോട്ടുള്ള. നമുക്ക് ആക്ച്വലി ബോഡി അതുവഴി കൊണ്ടുവരാം, ആൾക്കാർക്ക് അതിലൂടെ നടക്കാം. അങ്ങനെ ആയിരിക്കണം ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ജാനുവരി 5-ാം തീയതിയാണ് ഈ ഒരു സ്പേസിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ നമുക്ക് 5-ാം തീയതിയിലേക്ക് വിട്ടു നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ മാവൂർ റോഡിലുള്ള ശ്മശാനം. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ അവിടെ ഒരു ശ്മശാനമാണ്. പക്ഷേ അന്ന് മുഴുവൻ ആ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടാണ്. അതിൻ്റെ നടുവിലാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ബാങ്ക് റോഡിൽ നിന്ന് നോക്കിയാൽ കാണുമായിരുന്നു അവിടെ നിന്ന് പോകാൻ പോണത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ അത് മാറ്റി എടുത്തിട്ടുള്ളത്. കോർപ്പറേഷൻ അത് കെട്ടി അതിന് കുറേ മണ്ണൊക്കെ ഇട്ട് ഉയർത്തി പ്രത്യേക ഒരു അവസ്ഥയിലാക്കി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചൂളകളായിട്ടായിരുന്നു ആദ്യം. പണ്ടിങ്ങനെ ചകിരി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കത്തിക്കലാണല്ലോ പഴയത്. അത് മാറ്റിയെടുക്കാൻ ശ്രമം ഇപ്പം ഒരു 2002-ലാണ്. ഞാൻ അന്ന് മേയറായിരിക്കുന്ന കാലത്താണ് റോട്ടറി ക്ലബിനോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവരാണ് അന്ന് ആ ബിൽഡിംഗ് ഉണ്ടാക്കി തന്നതും. അന്ന് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, MP ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പല ആളുകളോടും കളക്ട് ചെയ്തതൊക്കെ അവരാണ് അതിന് നേതൃത്വം നൽകിയത്. റോട്ടറിയാണ് അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു ഇലക്ട്രിക് ക്രിമറ്റോറിയം. കാരണം പല സ്ഥലത്തുള്ള ഇലക്ട്രിക് ക്രിമറ്റോറിയം എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകുന്നൂടാ എന്നുള്ള ആലോചനേൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും അന്നത്തെ കാലത്ത് ആധുനികമായിട്ടുള്ള ഒന്നായിരുന്നു അത്. പിന്നീട് എനിക്ക് തോന്നുന്നു 2016-ലാണ് ഇന്നത്തെ കൗൺസിലറായിട്ടുള്ള PN അജിത ഉണ്ട്, ഡോക്ടർ PN അജിത. അവർ റോട്ടറിയുടെ പ്രസിഡൻ്റ് ആവുന്ന കാലത്ത് അവരോട് പറഞ്ഞിട്ടാണ് ഒരു ഗ്യാസ് ക്രിമറ്റോറിയം കൂടെ അതിനോടനുബന്ധിച്ച് കാരണം അതിനുള്ള ഒരു സ്പേസ് അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം. അവിടെ ഒരു ഗ്യാസ് ക്രിമറ്റോറിയം വെച്ചു. പിന്നീട് കുറേ കാലം അത് പ്രവർത്തിച്ച് ഇപ്പോൾ കുറേ ആയിട്ട് അത് പ്രവർത്തിക്കാതെയായി. ഒട്ടേറെ പരാതികളുടെ ഒരു വിഷയമായിട്ട് അത് മാറിയത്. അങ്ങനെയാണ് നമ്മളെ പ്രദീപ് കുമാർ MLA
ചേർന്നിട്ട് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതായിരുന്നു. ആർക്കിടെക്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള, അതുമല്ല കണ്ടാൽ നമുക്കവിടെ വരണം എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ളത്. അത് MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് അന്ന് 2,28,00,000 ചിലവഴിച്ചിട്ടാണ്. അതിനുശേഷം ഞാനും അതിൻ്റെ റോഡ് ഇതാക്കാൻ വേണ്ടി 15 ലക്ഷം റുപ്യ പിന്നെയും ആ റോഡ്, അതിലേക്ക് വരുന്ന റോഡ് തീരെ മോശമായിരുന്നു, അതും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോർപ്പറേഷൻ ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ പദ്ധതി ഇതാക്കിയിട്ടുള്ളത്. ശ്മശാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴയ കാലത്തൊക്കെ ഭയം വരുന്നത് അത് മാറ്റിയെടുക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിന് പിന്നിലുള്ള ഉദ്ദേശം. എന്തായാലും എല്ലാ വിജയവും ഭാവുകങ്ങളും നേരുന്നു. കോഴിക്കോട് സ്മൃതിപഥം എന്ന ഒരു ശ്മശാനം, അതിൽ ആധുനികമായ സാങ്കേതിക വിദ്യയുണ്ട്. അതോടൊപ്പം പഴമയുടെ കുറേ ഓർമ്മകളും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2011 അന്നത്തെ MLA ആയിരുന്ന ശ്രീ A. പ്രദീപ് കുമാർ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അന്ന് ഇവിടെ ബാബു ചെറിയാൻ എന്നൊരു ആർക്കിടെക്റ്റ് അദ്ദേഹം ഇതൊക്കെ വിഭാവനം ചെയ്ത് ഡിസൈൻ ചെയ്യുകയും, എന്നാൽ അതന്ന് വേണ്ട തരത്തിൽ നടത്താൻ സാധിച്ചില്ല. അതിൻ്റെ ഭാഗമായി പിന്നീട് 19 ശരിക്ക് ഇത് തുടങ്ങാൻ സാധിച്ചത്. പിന്നീട് കോർപ്പറേഷൻ 4 കോടിയിലേറെ രൂപ കൂടി വെച്ചുകൊണ്ട് 2024 അത് പണി പൂർത്തിയായി. അവിടുത്തെ സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 3 തരത്തിലുള്ള സംസ്കാരം നമുക്ക് നടത്താൻ സാധിക്കും. അവിടെ 4 ഗ്യാസ് ചേംബറുകളുണ്ട്, ഒരു വൈദ്യുത ക്രിമിറ്റോറിയമുണ്ട്. അതുകൂടാതെ ഇവിടെ പഴയ രീതിയിലുള്ള 2 ചൂള വയ്ക്കാനുള്ള സംവിധാനവുമുണ്ട്. പലരും വീട്ടിൽ നിന്ന് എല്ലാ ചടങ്ങും നടത്തിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക. പക്ഷേ ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപ്, ദഹിപ്പിക്കുന്നതിന് മുൻപും നമുക്ക് ചില ആചാരങ്ങളുള്ള വിഭാഗങ്ങളുണ്ട്. അവർക്കത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു റിച്വൽ ഹാൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹാളിൽ വെച്ചുകൊണ്ട് നമ്മുടെ അതത് വിഭാഗത്തിൻ്റെ രീതിയും ആചാരവും അനുസരിച്ച് നമുക്ക് ആ ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊന്ന്, നമ്മളൊരു സ്റ്റോർ എന്ന് എഴുതിയൊരു സ്ഥലം നിങ്ങൾക്ക് കാണും. മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണ്ട സാധനങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് 3 പേർ അതിൻ്റെ ഉത്തരവാദികളായതുകൊണ്ട് അത് 24 മണിക്കൂറും തുറന്നിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരാവശ്യമുണ്ടെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ ഓടി വന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും, ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനും ഹിന്ദുസിനും എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ തന്നെ നമ്മളവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വേറൊന്ന്, അതിൻ്റെ ലോക്കർ സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരാളെ എങ്ങനെ ദഹിപ്പിച്ചാലും അതിന് ബാക്കിയാകുന്ന എല്ലും അല്പം ചാരവും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കലശങ്ങളിൽ അല്ലെങ്കിൽ ആ കുടം പോലെയുള്ള ഒരു പാത്രത്തിൽ പേരെഴുതി, ഡേറ്റ് എഴുതി, അഡ്രസ്സ് എഴുതി, ഫോൺ നമ്പർ ഒക്കെ എഴുതി വൃത്തിയായിട്ട് ആ അടക്കിയ ആളുടെ പേര്, അവരുടെ മറ്റുള്ളവരുടെ അഡ്രസ്സ് ഇതൊക്കെ എഴുതി ഞങ്ങൾ 60 ദിവസം ആ ലോക്കറിൽ നമ്മൾ സൂക്ഷിക്കും. ഇത് വലിയൊരു സൗകര്യമാണ് വാസ്തവത്തിൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക്. വേറെ പ്രത്യേകത, അതിനോടൊരു അനുശോചന മീറ്റിംഗ് ഹാളുണ്ട്. ഇഷ്ടംപോലെ കാറ്റും വെളിച്ചവുമുള്ള, ആരവങ്ങളോ ശബ്ദങ്ങളോ ഒന്നുമില്ലാതെ വളരെയേറെ ഗംഭീരമായ, അതോടൊപ്പം തന്നെ പ്രൗഢമായ, പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്കൊരു അനുശോചനം കൂടാനുള്ള വളരെ മനോഹരമായ ഒരു അനുശോചന ഹാൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ അവിടെ കമ്പ്യൂട്ടറും എല്ലാ സിസ്റ്റവുമായിട്ട് പുതിയ രീതിയിലുള്ള ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു പേപ്പർലെസ് ഓഫീസായി കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. എല്ലാ ഭാവുകങ്ങളും ഞങ്ങളുടെ സമിതി ഒഴിയുന്ന സമയമാകുന്നു. എന്നാലും മുന്നോട്ട് ഈ പറഞ്ഞ അർത്ഥത്തിൽ എങ്ങനെ വിഭാവനം ചെയ്തോ 2011 ആലോചിച്ച ഒരു ആലോചന 2024 നിറവേറ്റപ്പെടുമ്പോൾ ആ ആലോചിച്ച കാലം മുതൽ ഇന്നത്തെ കാലത്തേക്ക് വന്ന ശുചിത്വ പെരുമാറ്റച്ചട്ടം മുതൽ എല്ലാ കാര്യങ്ങളും നിലനിന്നുകൊണ്ട് എന്നും കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാവുന്ന ഒന്നായി മാറാൻ നമ്മളെല്ലാവരും അതിനോടൊപ്പം കൂടണം. അവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അതിന് അതേപടി മനോഹരമായി നിർത്താനും മറ്റെന്തെങ്കിലും പരിപാടികൾ നമുക്ക് വേണമെങ്കിൽ ആ ഹാളിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഉപകാരം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടാവുന്ന തരത്തിലേക്ക് നമ്മുടെ സ്മൃതിപഥം നമ്മുടെ ഓർമ്മയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. അത് വരുന്ന കാലങ്ങളിലും അതുപോലെ തന്നെ ആവട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ടുമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ മഹാപ്രതിഭ MTയുടെ അന്ത്യയാത്രക്ക് അരങ്ങാകുക വഴി ലോകശ്രദ്ധയിലേക്ക് തന്നെ വന്ന സ്മൃതിപഥത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇത് പണ്ട് കോഴിക്കോട്ടെ പഴകി ജീർണിച്ച് നാമാവശേഷമായി പോയ മാവൂർ റോഡ് ശ്മശാനം പുനർജനിച്ചതാണ് ഈ സ്മൃതിപഥം. നേരത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൻ്റെ വികസന സെമിനാറിൽ മറ്റു പല പദ്ധതികളോടൊപ്പം ആവിഷ്കരിച്ചതാണ്
ഈ ശ്മശാന വികസന പദ്ധതി. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അന്ന് ശ്രദ്ധിച്ചത്, സാധാരണ നാം കണ്ട് പഴകിച്ച ശ്മശാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഓരോരുത്തരുടെയും മനുഷ്യജീവിതത്തിന് അങ്ങേയറ്റം വിലമതിച്ച് അവരുടെ മരണശേഷം ആദരവോടെ അന്ത്യയാത്ര നൽകാനുള്ള അനുപമമായിട്ടുള്ളൊരു അന്തരീക്ഷത്തെ വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ശ്മശാന വികസനം നമ്മൾ അന്നേ ആലോചിച്ചത്. നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ മറ്റു പല പദ്ധതികളും കോഴിക്കോട്ടെ മികച്ച വാസ്തുശില്പികൾ, ആർക്കിടെക്ട്സാണ് രൂപകൽപ്പന ചെയ്തത്. അവരെ കൊണ്ടാണ് ഇത് ചെയ്യിച്ചത്. അതേപോലെ ഈ സ്മൃതിപഥത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് കോഴിക്കോട്ടെ പ്രശസ്തനായിട്ട് ആർക്കിടെക്റ്റ് ബാബു ചെറിയാനായിരുന്നു. എന്നാൽ ഇതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ പൂർണ്ണമായിട്ടും ചെയ്തത് കോഴിക്കോട്ടുകാരനായിട്ടുള്ള PWD ആർക്കിടെക്റ്റായിട്ടുള്ള ശ്രീകുമാറാണ്. അദ്ദേഹമാണ് ഏറ്റവും മികവോടെ ഇതിൻ്റെ രൂപകൽപ്പനയെല്ലാം നിർവഹിച്ചത്. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത് ഈ ഒരു പെർഫെക്ഷനോടുകൂടി അത് പൂർത്തിയാക്കിയത്. മുൻ മേയറും ഇന്നത്തെ MLAയുമായിട്ടുള്ള ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനും ഇന്നത്തെ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ കൗൺസിലിലെ മറ്റ് ചുമതല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമെല്ലാം ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്ത വിധത്തിൽ തന്നെ അതിൻ്റെ സമഗ്രതയിലും സമ്പൂർണ്ണതയിലും യാഥാർത്ഥ്യമാക്കുന്നതിന് വളരെ മികവുറ്റ നിലയിൽ അവർ നേതൃത്വം നൽകിയിട്ടുണ്ട് ഇത് പൂർണ്ണതയിലെത്തിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഴകും ആധുനികതയെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ കോഴിക്കോടിൻ്റെ മറ്റൊരു പൂങ്കാവനമായി മാറാവുന്ന വിധത്തിലാണ് ഇതിൻ്റെ ആസൂത്രണം നിർവഹിച്ചത്. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഇവിടുത്തെ ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും പൂമരങ്ങളും അതുപോലെ ചെടികളും പൂക്കളും വള്ളിപ്പടർപ്പുകളും എല്ലാം ഇവിടെ പ്ലാന്റ് ചെയ്ത് നമ്മളതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. കോഴിക്കോടിൻ്റെ മറ്റു പല കാര്യങ്ങളിലും കോഴിക്കോടൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചതുപോലെ തന്നെ ഈ ശ്മശാനത്തിൻ്റെ നിർമ്മാണവും അത് സാധാരണഗതിയിൽ നാം കണ്ടു പഴകിച്ച ശ്മശാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്മൃതിപഥം എന്ന ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അതൊരു പുതിയ അനുഭവമായി ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ജാനുവരി 5 ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.